ഇവിടെ ഇന്ന് ക്ലാസ് ആരംഭിച്ചത് തന്നെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ക്ലാസ് ആരംഭിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത് ഫാർമസി കോളേജിലെ കുട്ടികൾക്ക് മാത്രമാണ്. ഇന്നലെ മുതൽ തന്നെ കുട്ടികൾ ഞങ്ങളോട് ആശങ്ക പങ്കുവച്ചിരുന്നു. കാരണം ഫാർമസി കോളേജ് മാത്രം ക്ലാസ് തുടങ്ങും. അവർ ആലോചിച്ചത് അങ്ങനെയാണ്. ഫാർമസി കോളേജിലെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഒതുക്കിയതിനു ശേഷം ബിടെക് വിദ്യാർത്ഥികൾ ക്ലാസ് തുടങ്ങുക, തുടർന്ന് MBAയും MCAയും ഉൾപ്പെടെ ക്ലാസ് തുടങ്ങുക എന്ന രീതിയിലാണ് ഈ മാനേജ്മെന്റ് തീരുമാനിച്ചു വെച്ചത്. അതിന്റെ തുടക്കമായിട്ടാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, പുതിയ യൂണിറ്റ് രൂപീകരിച്ചു. ആ യൂണിറ്റിന്റെ യൂണിറ്റ് സെക്രട്ടറിയായ അതുൽ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ 4 പേരെ ഈ കോളേജിന്റെ പേര് ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമരം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് പുറത്താക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ മാനേജ്മെന്റ് ധിക്കാരം അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും ദിവസം ജിഷ്ണു എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരന്റെ കൊലപാതകത്തിന് ശേഷവും ഈ മാനേജ്മെന്റിനോട് ശക്തമായ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തതാണ്. എന്നിട്ടും തിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. ഈ ക്യാമ്പസുകളെ ഞങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി തന്നെ മാറ്റും എന്ന ധിക്കാരപരമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികളെ പീഡിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ ഒരു പ്രിൻസിപ്പാളുണ്ട്. ആ പ്രിൻസിപ്പാൾ ഡമ്മിയാണ്. ഇന്ന് മറ്റൊരാൾ ആ കോളേജിലേക്ക് വന്നിട്ടില്ല. ആ ഡമ്മിയായ പ്രിൻസിപ്പാളിനെയാണ് ഇത് ചുമതലപ്പെടുത്തിയത് ഈ വിദ്യാർത്ഥികളെ കേറ്റരുത്. ഇവിടെ PTA കമ്മിറ്റി തിങ്കളാഴ്ച നടക്കുകയാണ്. ആ PTA കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം ഇവരെ ക്ലാസ്സിലേക്ക് കയറ്റാം എന്നാണ് ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ PTA കമ്മിറ്റി രൂപീകരിച്ചത്? നെഹ്റു കോളേജിൽ ജിഷ്ണുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാം സമരം നടത്തുന്ന ഘട്ടത്തിൽ പോലും അവിടെ ഈ PTA കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് PTA കമ്മിറ്റി വന്നത്? ആർക്കും അറിയില്ല. അവിടെ ഇപ്പോൾ ഒരു PTA കമ്മിറ്റി ഉണ്ട്. ആ PTA കമ്മിറ്റി ആരാ? മാനേജ്മെന്റിന് അവർ പറയുന്നത് കേൾക്കുന്ന ചില രക്ഷിതാക്കളെയും ചില അധ്യാപകരെയും ചേർത്തുകൊണ്ട് ഒരു PTA കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ കമ്മിറ്റി ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. ഈ രീതിയിൽ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ PTA ഉണ്ടാക്കിയിരിക്കുന്നു, മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇടിമുറികൾ കൊണ്ടുവരാനും വീണ്ടും ഗുണ്ടായിസം കൊണ്ടുവരാനുമാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കാണാം. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ SFIക്ക് സാധിക്കില്ല. ഈ മാനേജ്മെന്റ് നിക്കാരം നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ചിലപ്പോ ഈ ക്യാമ്പസിനകത്ത് കയറി അടിച്ചു പൊളിക്കേണ്ടതായി വരും എന്ന കാര്യത്തിൽ ഒരു